ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ വത്സ തെരേസ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഹോളി ഫാമിലി മേരിയൻ പ്രോവിൻസ്, കീനോട്ട് അഡ്രസ് മുഖ്യ പ്രഭാഷകയായി എത്തിച്ചേർന്ന സിസ്റ്റർ ഡോക്ടർ എൽ സി സേവിയർ, വികാർ ജനറൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ, വലിയ ആശംസകൾ തന്ന് അനുഗ്രഹിക്കുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഡോക്ടർ ടോണി ജോസഫ്, മെഡിക്കൽ കൺസൾട്ടൻറ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ പാലക്കാട്, നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്ത മിസ്റ്റർ ഷാജു, പ്രസിഡൻറ്റ് ഹോളി ഫാമിലി ലേ അസോസിയേഷൻ പാലക്കാട്, നമുക്ക് ഏവർക്കും നന്ദി അർപ്പിക്കുവാൻ സ്റ്റേജിലായിരിക്കുന്ന മിസ്റ്റർ സിസിൽ ഇബ്രാഹിം, കാറ്റഗിസം കൗൺസിൽ മെമ്പർ, പാലക്കാട് രൂപത, ഈ വേദിയിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട പ്രീമ സിസ്റ്റർ, ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹ വൈദികരെ, സുഹൃത്തുക്കളെ, ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഹോളി ഫാമിലി സന്യാസിനി സമൂഹം അവർ ഏറ്റെടുത്തിരിക്കുന്ന, അവരുടെ കോൺഗ്രിഗേഷൻ ഏറ്റെടുത്തിരിക്കുന്ന കാരിസത്തിൻ്റെ ഭാഗം വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി, കാര്യഗൗരവത്തോടുകൂടി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സിദ്ധികളിൽപ്പെട്ട ഒന്ന്, പരമപ്രധാനപ്പെട്ട സിദ്ധികളിൽപ്പെട്ടത് കുടുംബങ്ങളുടെ സുസ്ഥിതിയാണ്.
കുടുംബങ്ങളുടെ സംരക്ഷണമാണ്. കുടുംബങ്ങളുടെ സുസ്ഥിതിയും സംരക്ഷണവും മനോഹരമായ വീടുകൾ നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് മാത്രമാകില്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം. യഥാർത്ഥ സുസ്ഥിതിയും കുടുംബങ്ങളുടെ നന്മയും അടങ്ങിയിരിക്കുന്നത് കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ആത്മീയവും ഭൗതികവുമായ സുസ്ഥിതിയാണ്. കുടുംബത്തിലെ അംഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അർഹിക്കുന്നത്. ഈ കുടുംബങ്ങളുടെ നന്മയ്ക്കും സുസ്ഥിതിക്കും വേണ്ടി പ്രത്യേകം രൂപീകൃതമായിരിക്കുന്ന, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹം പാലക്കാട് രൂപതയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബപരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പിന്തുണ നൽകുവാൻ നമ്മുടെ രൂപതയിലുള്ള അൽമായ സഹോദരീ സഹോദരങ്ങളും അതുപോലെ സമർപ്പിതരും വൈദികരുമൊക്കെ പ്രത്യേകം താല്പര്യവും കാണിക്കുന്നുണ്ട്. ഈ സഹോദരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷിതപരമായ എല്ലാ ശുശ്രൂഷകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുവാനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനും ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രൊവിൻഷ്യാലമ്മമാർ, കഴിഞ്ഞുപോയ പ്രൊവിൻഷ്യാലമ്മമാർ, അതുപോലെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ വത്സ തെരേസ് ഉൾപ്പെടെയുള്ളവരും അവരുടെ കൗൺസിൽ അംഗങ്ങളുമൊക്കെയും നമ്മുടെ രൂപതയിലെയും അതുപോലെ അവർ ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് രൂപതകളിലെയും ഒക്കെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ, കുടുംബങ്ങളിൽ നന്മയുണ്ടാകുവാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രോത്സാഹനാർഹമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ വേദിയിൽ വെച്ച് സിസ്റ്റർ വത്സ തെരേസിനെയും ഈ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും വളരെ നന്ദിയോടെ, കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുകയും അനുമോദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. നമുക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ ഷാജു, ഹോളി ഫാമിലി ഒരു ലേ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്, 2 അമ്മമാരെ പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ അമ്മമാരെ പരിചയപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, ഒന്ന് വചനത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാരെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം സ്വാഗതം ആശംസിച്ച വ്യക്തിക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. അത് സിസ്റ്റർ വത്സ തെരേസിനെ ഉദ്ദേശിച്ച പറഞ്ഞത്. വചനത്തിൻ്റെ അമ്മ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പല അമ്മമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ വചനത്തിൻ്റെ അമ്മ എന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുക. അപ്പം നിർണായക നിമിഷങ്ങളിൽ ദൈവവചനം പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളെ ഒന്ന് അഴിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രേക്ഷിത ശുശ്രൂഷയാണ്. വചനഭാഗം കൊണ്ട് ശുശ്രൂഷ നടത്തുന്ന ഒരു പ്രൊവിൻഷ്യലമ്മ. അത് ഏറെ ഗുണകരമാണെന്ന് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ദൈവവചനം സാന്ത്വനപ്പെടുത്തുന്നത്, ദൈവവചനം കുരുക്കുകൾ അഴിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്, ദൈവവചനം രക്ഷാകരമാണ്. ഇങ്ങനെയുള്ള വിവിധങ്ങളായ രീതിയിൽ നമ്മിലേക്ക് കടന്നു വരുന്ന വചനത്തെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്ത് നമ്മളെ സഹായിക്കുന്ന ഒരു കുടുംബ പ്രേക്ഷിത സിസ്റ്റർ വത്സ തെരേസ്. അതുപോലെ തന്നെ മറ്റൊരമ്മയുടെ പേരും കൂടി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഈ അടുത്ത ദിവസങ്ങളിൽ നെന്മാറയൊക്കെ വേല നടക്കുകയാണ്. നെന്മാറ വേല. നെന്മാറ വേലയുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് വെടിക്കെട്ടാണ്. വെടിക്കെട്ടാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു അമ്മയെ വെടിക്കെട്ടമ്മ എന്നാണ് ഷാജു സംബോധന ചെയ്തത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയത്. ആരാണ് ഈ വെടിക്കെട്ടമ്മ? തൃശ്ശൂർ മണ്ണൂത്തി എന്ന് വന്ന സിസ്റ്റർ LC സേവർ. എല്ലാവരും കൈയടിക്കുക. ഇതുപോലെ പടക്കം പൊട്ടിയത് വെടിക്കെട്ടിന്. സിസ്റ്റർ വളരെയേറെ ഊർജ്ജസ്വലതയോടുകൂടി ഈ കാര്യങ്ങൾ, ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അസിസ്റ്റന്റ് ജനറാളമ്മ അല്ലെങ്കിൽ വികാർ ജനറൽ എന്ന രീതിയിൽ സിസ്റ്റർ ഇവിടെ എത്തിയിരിക്കുക. ഇപ്പോൾ പാലക്കാട് മേരിയൻ പ്രോവിൻസ് മാത്രമല്ല ഈ കുടുംബ സംഗമത്തിൽ പങ്കുചേരുന്നത്, മറിച്ച് ഹോളി ഫാമിലി ജനറലൈറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ അമ്മമാരും സിസ്റ്റേഴ്സും ഇതിൽ പങ്കാളികളാണെന്നാണ് സിസ്റ്റർ LC സേവറിൻ്റെ സാന്നിധ്യം വഴി വിളിച്ചറിയിക്കുന്നത്.
പ്രിയപ്പെട്ട സിസ്റ്റർ, ഞങ്ങളെല്ലാവരും വളരെയേറെ കൃതാർത്ഥരാണ്. സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ, ജർണാളമ്മയുടെ സാന്നിധ്യം തന്നെയാണ് ഈ എൽ സി സേവരുടെ സാന്നിധ്യം വഴി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജർണാളമ്മയ്ക്കും എല്ലാ സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ സിസ്റ്റർ എൽ സി സേവരിനെ അയച്ചതിൻ്റെ പേരിലും പ്രത്യേകമായിട്ട് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കുടുംബമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. എല്ലാ കാലങ്ങളിലും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളും കുടുംബത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ, കുടുംബപരമായ സംഗമങ്ങൾ അനേകം തവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നടത്തുന്ന ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ നമ്മളുടെ വരും തലമുറയാണ്. ഇപ്പോഴുള്ള തലമുറയെ ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നല്ല അർത്ഥം. ഇനി വരുന്ന തലമുറ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന തലമുറ കുടുംബങ്ങളിൽ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു എന്ന് മാതാപിതാക്കന്മാരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ, ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ഏതെല്ലാം തരത്തിൽ അവരുടെ ശ്രേഷ്ഠമായ ഭാവിക്ക് ഉപകരിക്കത്തക്ക വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാം, ഏതെല്ലാം രീതിയിൽ അവർ പരിഗണിക്കപ്പെടണം എന്ന ഒരു പ്രത്യേകമായ ശ്രദ്ധ മാതാപിതാക്കൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ കൊടുക്കുവാൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മഹാസംഗമത്തിൻ്റെ ലക്ഷ്യം. അതിന് ഉപകരിക്കുന്ന ക്ലാസ്സുകളും ബോധവൽക്കരണ കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ശ്രേഷ്ഠരായ വ്യക്തികളിലൂടെ നൽകപ്പെടുകയാണ്. ഇതൊരു സമയം പാഴാക്കലല്ല, ഒരു സമയം വേസ്റ്റാക്കലല്ല. വരാനിരിക്കുന്ന ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഇപ്പോഴേ ചെയ്തു തുടങ്ങാൻ പരിശീലനം നൽകുകയാണ്. എങ്ങനെ വന്നാലും നമ്മളുടെ വരും തലമുറ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ചില നിഴലുകൾ പോലെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ അനന്തര കാലഘട്ടം വളരെയേറെ വ്യത്യസ്തതകൾ സമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കും. നമ്മുടെയൊക്കെ മക്കളുടെ ശ്രദ്ധയും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിലുള്ള വിശ്വാസം ഒന്നുകൂടി ആഴപ്പെടുത്തുവാൻ, ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് മുഴുവനും അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ പകർന്നു നൽകുന്ന വലിയ ത്യാഗബുദ്ധിയോടുകൂടി മക്കൾക്ക് പകർന്നു നൽകുന്ന ദൈവവിശ്വാസം, അതിന് വ്യത്യസ്തങ്ങളായ പ്രകടനങ്ങളുണ്ട്, രീതികളുണ്ട്. അപ്പോൾ നൽകപ്പെടുന്ന വിശ്വാസം ദൃഢതരമായി കാത്തു സൂക്ഷിക്കുവാൻ, അത് അഭംഗുരം പരിപാലിക്കുവാൻ, ആ വിശ്വാസം ജീവിക്കുവാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെയും ഈ മക്കളുടെ ഭാവി കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുക, ലക്ഷ്യം വയ്ക്കുക. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഉള്ളൊരുകി തങ്ങളുടെ മക്കൾക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും അവരെ കൈപിടിച്ചുയർത്തുവാനും ഇതുപോലെ നൽകപ്പെടുന്ന ക്ലാസ്സുകളുടെയും സെമിനാറുകളുടെയും ഒക്കെ പിൻബലത്തിൽ അവരെ ശക്തിപ്പെടുത്തുവാനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. നമുക്കറിയാം, കുടുംബങ്ങളിൽ ആരാണ് മക്കൾക്ക് വേണ്ട തരത്തിലുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കുക? വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. മക്കളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെയാണ്. വളരെ കാര്യത്തോടു കൂടി മാതാപിതാക്കളെ ശ്രദ്ധിക്കും. ഞാനത് പറയുമ്പോൾ തന്നെ വലിയ മനോവേദനയോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നമ്മളിവിടെ ഒരു കുടുംബ സംഗമം നടത്തുമ്പോൾ വളരെയേറെ വേദന അനുഭവിക്കുന്ന ഒരു കുടുംബം എൻ്റെ മനസ്സിൽ വരികയാണ്. ചെറുപ്പക്കാരൻ മരണപ്പെട്ടതാ, സ്വയം മരിച്ചു. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. ഒരു വീട്ടിൽ അങ്ങനെ ഇന്നലെയാണ് സംഭവം, നമ്മുടെ രൂപതയിൽ തന്നെ ഉണ്ടായൊരു സംഭവമാണ്. ഒരു വീട്ടിലൊരു ചെറുപ്പക്കാരൻ ഭാര്യയോടുള്ള പിണക്കം, വഴക്ക്
അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അസ്വസ്ഥത മൂലം സ്വയം ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ വൈകുന്നേരം ഉണ്ടായി. ഇന്ന് മരിച്ചിടക്ക് നടക്കുക. 3 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇവർ പരസ്പരം വഴക്കടിച്ച് ആ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം എവിടെ ചെന്ന് അവസാനിച്ചെന്നു. അപ്പം ഇതുപോലെയുള്ള ഗതികേടുകളിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കളെ അതനുസരിച്ച് വളർത്തുകയും വേണം. ആരോഗ്യപരമായ ഒരു കുടുംബ അന്തരീക്ഷം മാതാപിതാക്കളും മക്കളുമൊക്കെ തമ്മിലുള്ള സ്നേഹവാത്സല്യങ്ങൾ പങ്കിടുന്ന ആരോഗ്യപരമായ ഒരു കുടുംബാന്തരീക്ഷമാണ് വേണ്ടത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ള ഒരു ദൈവ കൃപയുണ്ടാകണം. മനസ്സിൽ വെച്ചുകൊണ്ട് പകയോടെ പെരുമാറുന്ന രീതികൾ കുടുംബത്തെ തകർക്കുകയാണ്, ശിഥിലമാക്കുകയാണ്. അതുകൊണ്ട് മക്കളുടെ നല്ല ഭാവിയെ കരുതി മാതാപിതാക്കള് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ നിലനിൽക്കണം. ദേവാലയത്തോടും വൈദികരോടും സമർപ്പിതരോടുമൊക്കെയുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള മനുഷ്യര് പള്ളിയിൽ നിന്നും വൈദികരിൽ നിന്നുമൊക്കെ സ്വയം അകന്നു പോകുന്നവരാണ്. നമ്മൾ എത്ര തേടിയെത്തിയാലും ഇറങ്ങിച്ചെന്നാലും പള്ളിയോടും പട്ടക്കാരോടും അല്ലെങ്കിൽ സമർപ്പിതരോടുമൊക്കെ ഒരടുപ്പം കാണിക്കുവാൻ വൈമുഖ്യം കാണിക്കുന്നവരാണ്. നമ്മുടെ പ്രശ്നത്തിൽ ഇവരൊക്കെ ഇടപെട്ടാൽ അതൊക്കെ അവസാനിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊരിക്കലും അവസാനിപ്പിക്കാതെ നീട്ടി കൊണ്ടുപോയി അവസാനം കുടുംബത്തിൻ്റെ വലിയ കണ്ണീര് കാണത്തക്ക വിധത്തിൽ ജീവനൊടുക്കുന്ന രംഗത്തേക്ക് എത്തുകയാണ്. അങ്ങനെയുള്ള ഗതികേടുകളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞു തീർപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ വൈദികര്, നമ്മുടെ സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, നമ്മളെ സഹായിക്കുന്നതിൽ വളരെയേറെ താല്പര്യം കാണിക്കുന്നവരാണ്. അവർ അതിനു പറ്റിയ വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവരാണ്. കുടുംബ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള എല്ലാ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസും അവർ കരസ്ഥമാക്കുന്നവരാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സഹായിക്കുവാൻ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് വൈദികരോടും സമർപ്പിതരോടും ദേവാലയത്തോടുമൊക്കെയുള്ള നമ്മുടെ അടുപ്പം കൂടുതൽ ദൃഢതരമാക്കുവാൻ ഈ കുടുംബ സമ്മേളനം വഴി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയും അതുപോലെയുള്ള ദിവ്യ രഹസ്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2-3 വിശേഷണങ്ങൾ പറയാറുണ്ട്. എന്തൊക്കെയാണ് ആ വിശേഷണങ്ങൾ? പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ എന്നാണ് പറയുക. പരിശുദ്ധ കുർബാന ഉൾപ്പെടുന്ന ഡിവൈൻ മിസ്റ്ററീസ്, ദിവ്യ രഹസ്യങ്ങൾ, പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ. ഞാൻ പറയും, കുടുംബം ഇത്തരത്തിലുള്ള ഒരു ശക്തമായ രഹസ്യമാണ്. പരിശുദ്ധമാണ് കുടുംബം. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിവാഹമെന്ന കൂദാശ വഴി കുടുംബജീവിതം പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തതൊന്നും കുടുംബത്തിൻ്റെ അകത്തോ പരിസരങ്ങളിലോ ഉണ്ടാകാതിരിക്കട്ടെ. കുടുംബത്തെ മലിനമാക്കുന്ന, കുടുംബജീവിതത്തെ മലീമസമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബാന്തരീക്ഷത്തിലേക്ക് അശുദ്ധി കടന്നു വരുന്ന പലവിധ ചാനലുകളുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് അശുദ്ധി കടന്നു വരുന്ന ഒരു വലിയ ചാനല് മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ലഹരി വസ്തുക്കളാണ്. അത് കുടുംബാന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധിയെ തകർത്തെറിയുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആധുനിക കാലഘട്ടത്തിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ അടിമകളായി മാറുന്ന മക്കളുണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അതിനും സാധ്യതകൾ നമ്മുടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് കണ്ടെത്തുന്നുണ്ട്. അവരോട് സഹകരിച്ച് അനേകർ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇപ്പം പരിശുദ്ധമായ കുടുംബാന്തരീക്ഷം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തതൊന്നും കടന്നു വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധമായ കുടുംബം. രണ്ടാമത് ദൈവികമാണ്. പരിശുദ്ധവും ദൈവികവും. കുടുംബം ദൈവികമാണ്. അതൊരു ദൈവ പദ്ധതിയാണ്. പ്ലാൻ ദൈവത്തിൻ്റെതാണ്. ഞാൻ ഇന്നലെ പ്രീകാന ക്ലാസ്സിന് കുട്ടികൾക്ക് അവർക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ മറ്റൊരു ടീമിന് ക്ലാസ് എടുക്കേണ്ടി വന്നു.
ഒരു കൂട്ടം സിസ്റ്റേഴ്സ് ധ്യാനിക്കുന്ന സ്ഥലത്ത് വേറൊരിടത്ത് ക്ലാസ് എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ട്. നിന്റെ ജീവിതം ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഞാനതിനെ ELP എന്ന് പറയും. ELP, ഇറ്റേണൽ ലൈഫ് പ്ലാൻ. നിത്യജീവിതത്തിന് ഉപകരിക്കാൻ പറ്റിയ രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന, കുടുംബജീവിതക്കാർക്ക് തന്നിരിക്കുന്ന, നിത്യജീവൻ കരസ്ഥമാക്കാൻ ഉൾപ്പെടെ തന്നിരിക്കുന്ന ഒരു പ്ലാനാണ് കുടുംബം. അത് ദൈവികമാണ്. ദൈവം സ്ഥാപിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്ലാനാണ് കുടുംബം എന്ന് പറയുന്നത്. ആ പ്ലാൻ ദൈവം തന്നിരിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും തന്നിഷ്ടം പോലെ ജീവിച്ചു തീർക്കാനുള്ള ഒരു ഏർപ്പാടല്ല കുടുംബം. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ തോന്നിയ രീതിയിൽ ജീവിച്ചു തീർക്കാനുള്ളതല്ല കുടുംബം, കുടുംബാന്തരീക്ഷം. ദൈവ പദ്ധതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ വേണം കുടുംബകാര്യങ്ങൾ നിർവഹിക്കുവാൻ. എങ്കിലേ അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, കുടുംബം ജീവദായകമാണ്. പരിശുദ്ധവും ദൈവികവും ജീവദായകവുമാണ് കുടുംബം. ജീവദായകം എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ നൽകുന്നതാണ്. ദിവ്യരഹസ്യങ്ങൾക്ക് ജീവൻ നൽകുന്നത് ദൈവമാണ്. അതുപോലെ കുടുംബാന്തരീക്ഷത്തിൽ ജീവനുണ്ടാകുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ദമ്പതികൾ അതിനോട് സഹകരിക്കണം. ഞാൻ ഇന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഈ ലൈഫുമായിട്ട്, പ്രോ ലൈഫ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, പിതാവേ, എവിടെ ചെന്നാലും കുടുംബത്തിൽ ജീവനുണ്ടാകാൻ വേണ്ടി പ്രസംഗിക്കണം, കുടുംബത്തിൽ ജീവന്റെ ചലനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രസംഗിക്കണം, ബോധവൽക്കരിക്കണം. ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഓരോ യുവതിയുടെയും യുവാവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറേണ്ട കാര്യങ്ങളാണ്. ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അടച്ചു കളയരുത്, ബ്ലോക്കാക്കരുത്. ദൈവം യഥേഷ്ടം പ്രവർത്തിക്കട്ടെ. മനസ്സ് തുറക്കുക, ശരീരം തുറക്കുക, കഴിവുകൾ തുറക്കുക ദൈവത്തിനു വേണ്ടി. അതുകൊണ്ട് കുടുംബത്തിൽ ജീവനുണ്ടാകണം. ജീവദായകമായ ഒരു സംവിധാനമാണ് കുടുംബജീവിതം. അതൊരിക്കലും വിസ്മരിക്കാതിരിക്കുക. ജീവദായകമായ കുടുംബം. നമ്മൾ കുടുംബങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും ഒക്കെ കുടുംബ വിളിയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. കന്യകാമറിയത്തിൻ്റെ കുടുംബ വിളി, അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈശോയ്ക്ക് ജന്മം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മറിയമേ സ്വസ്തി. തുടർന്ന് ഒരു മകന് ജന്മം നൽകാനുള്ള വിളിയിലേക്കുള്ള സൂചനയാ ആദ്യം. വിവാഹമോ കുടുംബമോ യോസേപ്പോ അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുക. ഒന്നാം സ്ഥാനം ഒരു മകന് ജന്മം നൽകാൻ സാധിക്കുമോ, തയ്യാറാണോ? ഇപ്പൊ മറിയത്തിൻ്റെ ഈ വിളി പരിശോധിച്ചറിയുന്നത് ഒരു മകന് ജന്മം നൽകാൻ നീ തയ്യാറാണോ എന്ന ചോദ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. വിവാഹവും കുടുംബവും അത് ഇതിനോടൊപ്പം ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കുടുംബത്തിൽ, നിന്റെ കുടുംബത്തിൽ നിനക്ക് മകന് ജന്മം നൽകാൻ നീ തയ്യാറാണോ? ആ തയ്യാറാണെന്ന് മറിയം പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ വരിക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിച്ച് സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിൻ്റെയും മുമ്പിൽ വിശ്വാസി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ, വിശ്വാസി സമൂഹത്തെ പടുത്തുയർത്തിക്കൊണ്ടുവരുവാൻ, എൻ്റെ സ്വന്തം ജനമെന്ന് അഭിമാനിക്കുവാൻ പറ്റിയ വിധം, ദൈവത്തിന് അഭിമാനിക്കുവാൻ പറ്റിയ വിധത്തിൽ മക്കളെ വളർത്തുവാൻ, സമൂഹത്തെ വളർത്തുവാൻ നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ, കുടുംബജീവിതക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മറിയത്തിൻ്റെ വിളി. എന്നാൽ നമ്മൾ അതിൻ്റെ പൂർണ്ണതയായിട്ട്, അതിൻ്റെ പൂരിത ഭാഗമായിട്ട് കാണുന്നത് യൗസേപ്പിൻ്റെ വിളിയിലാണ്, യൗസേപ്പിൻ്റെ കുടുംബ വിളിയാണ്. ഇത് രണ്ടും ചേർത്ത് വായിക്കണം. യൗസേപ്പിൻ്റെ കുടുംബ വിളിയിൽ രണ്ടും പറയുകയാ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട കുടുംബത്തിലേക്കുള്ള വിളി വരികയാ. ഭാര്യയോടൊത്തുള്ള കുടുംബജീവിതത്തിൻ്റെ ധ്വനികൾ വരികയാ സ്വർഗത്തിൽ നിന്ന്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവിടെയും ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ധ്വനി മുഴങ്ങുകയാ. കുടുംബത്തിൽ ഭാര്യയായി സ്വീകരിക്കണം, കുടുംബത്തിൽ മക്കളുണ്ടാകും, നീ അവരെയൊക്കെ സ്വീകരിക്കണം.
പരിശുദ്ധമായ ദൈവികമായ ശ്രേഷ്ഠമായ ഒരു കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈ കുടുംബ വിളിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ രൂപീകരണം ദൈവം തരുന്നു, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ജീവിക്കുന്നു. അതാണ് ഈ രണ്ട് ദമ്പതികൾ യോസേപ്പും മറിയവും നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ചിത്രങ്ങൾ. യോസേപ്പും മറിയവും ഇവരുടെ ജീവിതം എത്ര ധന്യമാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു കുടുംബത്തെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് മറ്റാരുടെയുമല്ല, സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബമാണ്. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും നിഷ്ഠയുള്ള കുടുംബം. അതിൻ്റെ ഫലമായിട്ട് അവരുടെ വീട്ടിലുണ്ടാകുന്ന മകൻ്റെ സവിശേഷതകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായ സക്കറിയായും എലിസബത്തും ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ 5 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിലാണ് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തരുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള, പക്ഷെ ഇതിൻ്റെ ഫലമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ പാർശ്വഫലം. ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായ അവരുടെ അപ്പൻ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ കാരണവരായ സക്കറിയയോട് ദൂതം പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നീ പ്രാർത്ഥിക്കുന്നവനാ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നോക്കുക, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കുടുംബ സംഗമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വീട്ടിലെ മക്കളാണ് പ്രധാനപ്പെട്ട പരാമർശ വിഷയം. ലക്ഷ്യം അവരാണ്. നിന്റെ വീട്ടിലൊരു മകൻ ജനിക്കും, യോഹന്നാൻ എന്ന് പേരിടണം. മക്കളെ കൂടാതെയുള്ള ഒരു കുടുംബം, മക്കളും വേണ്ട, കുടുംബവും വേണ്ട, ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, അങ്ങനെയല്ല, സംയോജിച്ച് ജീവിക്കുക. മക്കള്, അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. തുടർന്ന് വരികയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. തീർന്നില്ല, അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. തീർന്നില്ല, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. വരാൻ പോകുന്ന തലമുറ, ദൈവം ജന്മം നൽകുന്ന ഒരു തലമുറയുടെ അടയാളം നോക്കുക. അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല, അവൻ മദ്യവസ്തുക്കൾ തൊടുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. പ്രാർത്ഥനയുള്ള കുടുംബത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും മകൻ, ആ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ. അവൻ്റെ ലഹരി മുഴുവനും പരിശുദ്ധാത്മാവാണ്, രാസപദാർത്ഥങ്ങളല്ല, പ്രകൃതിദത്തമായ പാനീയങ്ങളുമല്ല. അവൻ്റെ ലഹരി മുഴുവനും പരിശുദ്ധാത്മാവാണ്. അവൻ ഇന്നും ഇന്നലെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനല്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പറ്റിയ വിധത്തില് അമ്മയുടെ ഉദരം ശ്രേഷ്ഠമായിരുന്നു. തൻ്റെ മകന് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പര്യാപ്തമായ വിധത്തില് അമ്മയുടെ ഉദരം സജ്ജമായിരുന്നു. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ദൈവസന്നിധിയിലെ ഉന്നതമായ ജീവിതം കൊണ്ടും അവർ പ്രത്യേകം ശ്രദ്ധയാകർഷിച്ച ഈ അപ്പൻ്റെയും അമ്മയുടെയും മകൻ. സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കളെയും, നമ്മളുടെ നിഷ്ഠയുള്ള ജീവിതം, പ്രാർത്ഥനാപരമായ ജീവിതം, കണ്ണീരൊഴുക്കിയുള്ള ജീവിതം, മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതം ഏറെ പ്രയോജനപ്പെടും. എന്നിട്ടും മക്കൾ അനുസരണമില്ലാതെയും വിധേയത്വമില്ലാതെയും ഒക്കെ പോകുന്ന കാഴ്ചകളുണ്ട്. വേദനയോടെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാനും വേണ്ടി കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വീട്ടിലെ 1-2 പേരോ മാത്രം ഇത്തരത്തിൽ നിൽക്കുന്നതിനൊപ്പം തന്നെ ഒരു സമൂഹത്തിൽ ഒരു ചേഞ്ച് വരണം. നമ്മുടെ ഒരു കൾച്ചർ അല്ലേ, ഒരു സംസ്കാരം, ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടാകണം. മദ്യത്തോടും മയക്കുമരുന്നിനോടും ഒക്കെയുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക സംസ്കാരം. പക്ഷേ മാഫിയകളുണ്ട്. മാഫിയകൾ വട്ടമിട്ട് പറക്കും. സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള മാഫിയകൾ ഒരുപാടുണ്ടാകും. അവരെയൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. എന്താ? ഉപയോഗം കുറയ്ക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യര്,
ദൈവിക ചൈതന്യമുള്ള മനുഷ്യര് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ പിന്നാലെ പോകില്ല. അതുകൊണ്ട് മദ്യവസ്തുക്കൾ ഉപേക്ഷിക്കുക എന്നതിന് പകരം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാൻ, ദൈവികമായ കൃപകൾ കൊണ്ട് നിറയാൻ സാധിക്കണം. അപ്പോഴാണ് മറ്റെല്ലാം അർത്ഥശൂന്യങ്ങളായി തീരുക. അതുകൊണ്ട് നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ, നാം ഓരോരുത്തരും രക്ഷപ്പെടുവാൻ, ഇത്തരത്തിലുള്ള കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തെ കൂട്ടുപിടിക്കുക, പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരിക. നമ്മുടെ കുടുംബങ്ങൾ അത്തരത്തിലുള്ള ചൈതന്യത്താൽ നിറയട്ടെ. അതിനു പറ്റിയ വിധത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ ഈ കുടുംബ സംഗമം സാധിക്കട്ടെ, കുടുംബ സംഗമത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംഗമം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനും ഇതിൽ പങ്കുകാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.